ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും എനിക്ക് നല്ലോണം നേരം വൈകിട്ടോ. കണ്ണൻകുട്ടിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പനിയാണ്. പനിയല്ല, നല്ല തലവേദനയും മേലുവേദനയും. എനിക്ക് തന്നെയാണ് അവസ്ഥ. തലവേദന, ബോഡി പെയിന് നല്ലോണം ഉണ്ട്. അപ്പോൾ പൂജട്ടി ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടായിട്ടില്ല. അപ്പോൾ പൂജട്ടി സ്കൂളിൽ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞത് 2 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ എനിക്ക് മീറ്റിങ്ങിന് പോവുകയും വേണം. അപ്പോൾ 9 മണിക്കൊക്കെ കഴിഞ്ഞു നീറ്റപ്പോൾ. ഇന്നലെ രാത്രി ഞാൻ കുഞ്ഞമ്മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അപ്പം തന്നെ മുളകിട്ട് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് പാക്കറ്റ് ചപ്പാത്തി ഇത് ചുടാനുണ്ട്, ചപ്പാത്തി ഉണ്ടാക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് കണ്ണൻകുട്ടിക്കും ഷാജേട്ടനും കൂടെ ചായ കൊടുക്കണം, എനിക്കും ചായ കുടിക്കണം. എന്നിട്ട് നമുക്ക് ഉച്ചക്കത്തെ ഒരു തട്ടിക്കൂട്ട് ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം മീറ്റിങ്ങിന് ഓടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ കച്ചവടത്തിന് കൊണ്ടുപോകാനുള്ള പാത്രങ്ങൾ ക്ലീനാക്കലും നമ്മൾ അടിച്ചോര് തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ എണീക്കുമ്പോഴേക്കും ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ആക്കിയിട്ട് ചായ കൊടുക്കാൻ നിൽക്കട്ടെ കേട്ടോ. ചപ്പാത്തി ചുട്ടിട്ട് ചായ കൊടുക്കാം. മേലുവേദന, തലവേദന, ക്ഷീണമാണ്. പനി കാര്യമായിട്ടില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പനി ഒരു 6 മണിക്കൊക്കെ ശേഷം ഇങ്ങനെ പനിക്കുന്ന പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നുള്ളൂ. ബോഡി പെയിനും തലവേദനയും സഹിക്കാൻ വയ്യാത്തത്. അത് കൂട്ടിയിട്ട് നമുക്ക് ചായ കൊടുത്തിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാം. മീൻ ഞാൻ നല്ല മസാല പുരട്ടി വെച്ചിട്ടുണ്ട്, അത് വറുക്കുകയും ചെയ്യാം. എന്നിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുളി രാവിലെ കഴിഞ്ഞു. ഇനി പോകുമ്പോൾ ഈ പണിയൊക്കെ കഴിഞ്ഞതാ. പോകുമ്പോൾ ഒന്നുകൂടെ മേലെ കഴുകിയിട്ട് മാറ്റിയിട്ട് നമുക്ക് സ്കൂളിലേക്ക് പോകണം. 2 മണിയാകുമ്പോഴേക്കും ഒന്നുമില്ലെങ്കിൽ ഷാജേൻ്റെ കൂടെ ഇറങ്ങാം നമുക്ക്. അല്ലെങ്കിൽ ഇവിടുന്ന് ഓട്ടോ കിട്ടുക നോക്കണം. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. ഒരു ഉഷാറില്ലേ, തലയ്ക്കൊക്കെ ഒരു മന്ദപ്പ് തലയ്ക്കിരിക്കാനോ ഒരു എയിം കിട്ടണില്ല. അങ്ങനെ ഞാൻ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. കറി പിന്നെ തലേദിവസം ഉണ്ടാക്കിയോണ്ട് അതിൻ്റെ പാടുണ്ടായിരുന്നില്ല. ചപ്പാത്തി മാത്രം ചുട്ടാൽ മതി. പിന്നെ കട്ടൻ ചായയും വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല മുന്നേ ഓൾറെഡി ചോറും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണൻകുട്ടി നീക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഷാജേട്ട സ്വതവേ 11 മണിയൊക്കെ ആവും രാത്രി ലൈറ്റായിട്ട് വന്ന് കിടക്കേക്കൊണ്ട്. അപ്പോൾ പിന്നെ ചപ്പാത്തിയൊക്കെ ചുട്ട് റെഡിയാക്കിയിട്ട് ഞാനും കണ്ണൻകുട്ടിയും കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിളുമ്പോൾ കൊണ്ടു വയ്ക്കാൻ കേട്ടോ. അവിടെ ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കൽ ചുരുക്കുക. രാത്രി മാത്രമേ ഇരുന്ന് കഴിക്കാറുള്ളൂ. പകലൊക്കെ എല്ലാവരും ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ടല്ലോ ഉമ്മറത്ത് പോയിരുന്നിട്ട്, അല്ലെങ്കിൽ നമ്മൾ റൂമിൽ എവിടെയെങ്കിലും അങ്ങനെ ടേബിളിൽ ഇരുന്ന് കഴിക്കണ വലിയ ആർക്കും ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ രാവിലെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ദിടി പിടിച്ചിട്ട് അവിടെ പോയിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുക ചെയ്യാറ്. അങ്ങനെ നമ്മുടെ അടിപൊളി മീൻകറിയാണ്. ഉള്ളിയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റിയിട്ടുള്ള സെറ്റ് കറിയാണ്. തലേദിവസം ഉണ്ടാക്കിയതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ അടിപൊളിയാണ്, പൊറോട്ടയുടെ കൂടെ അടിപൊളി തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ കാര്യമൊക്കെ പറഞ്ഞ് ചപ്പാത്തിയും കട്ടൻ ചായയും മീൻകറിയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുക. ഷാജേട്ടൻ നീറ്റിട്ടില്ല, ഇപ്പം തന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടായിരുന്നു വിളിച്ചപ്പോൾ. ഇനി ആൾ വന്നിട്ട് നീറ്റിട്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇനി ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ വയ്യാതെ ആകുമ്പോൾ നമുക്കൊക്കെ കൂടെ ഒരു മൂഡ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് തലവേദന എന്ന് പറയുമ്പോൾ അതൊക്കെ കൂടെ ഒരു വട്ട് പിടിക്കണ ഒരു കാര്യം അത്. ജലദോഷം, തലവേദന, ബാക്കിയുള്ള എന്ത് ഇതാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പനിയാണെങ്കിൽ കുഴപ്പമില്ല, ബാക്കിയൊക്കെ ഞാൻ മാനേജ് ചെയ്യും. ഇതും മാനേജ് ചെയ്യാണ്ട് വേറെ രക്ഷയൊന്നുമില്ല. കല്യാണം കഴിഞ്ഞവരെ നമുക്ക് അങ്ങനത്തെ വയ്യായോ അല്ലെങ്കിൽ വയറുവേദനയോ തലവേദനയോ പനിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും അറിയണ്ട അല്ലേ. നമ്മുടെ അമ്മ എല്ലാ കാര്യവും നോക്കും. കല്യാണം കഴിഞ്ഞിട്ടും എൻ്റെ അമ്മ എന്നെ നല്ലോണം നോക്കിയിട്ടുണ്ട് കേട്ടോ. മക്കളെയൊക്കെ ചെറുതാകുമ്പോൾ ഞാൻ പുറത്ത് ജോലിക്കൊക്കെ പോണ സമയത്ത് എനിക്ക് പിള്ളേരെ നോക്കണമൊക്കെ എനിക്ക് ജോലിക്ക് പോകാൻ തന്നെ പറ്റിയത് അമ്മ അത്രയും നോക്കണ കൊണ്ടാണ്. കുട്ടികളെ എനിക്ക് വന്നാലും രാത്രി ഫുഡിൻ്റെ കാര്യമൊക്കെ എനിക്ക് നോക്കണ്ടുള്ളൂ. രാവിലെ നേരത്തെ പോകണ കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ അമ്മ എന്നെ നല്ലോണം നോക്കിയിട്ടുണ്ട്. അത് കാരണം അമ്മ വീട്ടിൽ വരുന്ന സമയത്ത് അമ്മയെക്കൊണ്ട് ഞാനൊരു പണി എടുപ്പിക്കില്ല. അമ്മയ്ക്കാണെങ്കിൽ ഒരു മിനിറ്റ് നേരം ഇരിക്കുന്ന ഇല്ലാത്ത ഒരാളാണ്. ഫുഡ് കഴിച്ച പാത്രം കൂടെ ഞാൻ കഴിക്കാറില്ല. ചില പെൺകുട്ടികളൊക്കെ പറയണേക്കെ അമ്മ വന്നാൽ ഇരിക്കും, അമ്മ വന്നാൽ മടിയാണ് അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. എൻ്റെ അമ്മയെ കൊണ്ട് ഞാനൊന്നും ചെയ്യിക്കാറില്ല. എൻ്റെ വീട്ടിൽ വരുന്ന ആരെ കൊണ്ട് ഞാനൊന്നും ചെയ്യിക്കാറില്ല. പിന്നെ അമ്മയെ കൊണ്ട് ഞാൻ അത്രയും ചെയ്യിക്കാറില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് നാശമാവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളന്ന് ഇവിടെ നിന്ന് മാളിൽ നിന്ന് പോയപ്പോൾ വാങ്ങിയതായിരുന്നു. അത് പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കൂടെ നുറുക്കി വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഉള്ളിയും മുളകൊക്കെ കുത്തി വറുത്തിട്ടിട്ടാട്ടോ കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഇട്ട് അത് അടച്ച് വെച്ചു. ഇനി അത് വേവട്ടെ. അതൊക്കെ വേകുമ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നെ പാത്രം ക്ലീൻ ചെയ്യാനുള്ള കാര്യമുള്ളൂ. പിന്നെ ഷാജേട്ടൻ ഇവിടുന്ന് കഴിച്ചിട്ടാണ് ചില ദിവസങ്ങളിൽ പോകാറ്. ചില ദിവസം ആൾ കൊണ്ടുപോകും ചെയ്യും, ചില ദിവസം കൊണ്ടുപോകാറില്ല. അപ്പോൾ ഇന്ന് പറഞ്ഞു കഴിക്കാൻ വേണ്ടിയിട്ട് നേരമില്ല, അപ്പോൾ ഞാൻ കൊണ്ടുപോവാം, എനിക്കാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇനി ഫുഡ് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നേരം വൈകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും
എന്തായാലും ഞാൻ നമ്മുടെ ഫുഡിൻ്റെ പരിപാടിയൊക്കെ പെട്ടപ്പെടേയും തന്നെ കഴിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് സ്കൂളിലേക്ക് മീറ്റിങ്ങിന് പോകാൻ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പഠിച്ച സ്കൂളായതുകൊണ്ടും പിന്നെ എന്നെ അറിയുന്ന ടീച്ചേഴ്സ് ആയതുകൊണ്ടും എനിക്ക് അവിടെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. +1 +2 പിന്നെ അറിയുന്ന ടീച്ചേഴ്സൊന്നുമില്ല. എനിക്ക് മോൻ 10ാം ക്ലാസ് വരെ, മോള് 5 മുതൽ അവർ 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. മോനിപ്പോൾ അവിടെ തന്നെയുള്ള പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് നമ്മളറിയുന്ന ഒരുപാട് ടീച്ചേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് അവരെ കാണുമ്പോഴും സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു മുന്നത്തൊക്കെ ഒരു ഫീൽ, നമുക്കൊരു നോസ്റ്റി അടിക്കാന്ന് പറയില്ല. എനിക്ക് ആ ഗ്രൗണ്ടൊക്കെ ഉണ്ട് കാണുമ്പോഴേക്കും വല്ലാത്തൊരു ഫീൽ വരും. അപ്പോൾ പിന്നെ മീറ്റിങ്ങിന് ഞാൻ മിക്കതും പോകാണ്ടിരിക്കാറില്ല. ഞാൻ ഓടി പഠിച്ചിട്ടാണെങ്കിലും ഇവിടുന്ന് എന്ത് പണി തിരക്കാണെങ്കിലും ഞാൻ പോകാൻ നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രസ്റ്റും കൂടെ ഉണ്ടല്ലെങ്കിൽ പിന്നെ ഞാൻ വയ്യെങ്കിൽ പോയില്ല എന്ന് വെക്കും. കഴിഞ്ഞ മീറ്റിങ്ങിനോ നമുക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റിയില്ല. പിന്നെ അപ്പോൾ ഈ മീറ്റിങ്ങിന് അങ്ങനെ വെക്കുമ്പോൾ അവരോടൊരു നമ്മളൊരു ബഹുമാനക്കുറവ് കാണിക്കണ പോലെ തോന്നും. നമ്മുടെ മക്കളുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെ വിളിപ്പിക്കുന്നത്. അതിനിപ്പോൾ നമ്മൾ പോയിട്ടില്ലെങ്കിൽ അത്രയേ ഉള്ളൂ എന്ന് അവർ വിചാരിച്ചാലോ എന്നൊരു പേടി എനിക്ക് തോന്നും. മറ്റേത് ചെറിയ ക്ലാസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് പോട്ടേന്ന് കഴിക്കാം. ഇതിപ്പോൾ വലിയ കുട്ടികളാകുമ്പോൾ നമ്മൾ അവരുടെ കാര്യത്തിൽ എത്ര വേഗമെങ്കിലും പോയേ പറ്റുള്ളൂ. മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്തായാലും മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ. കണ്ണൻകുട്ടിയുടെ മീറ്റിങ്ങിന് ഇപ്പോഴേക്ക് കുറച്ചായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇനി ഈ അടുത്ത മീറ്റിങ്ങിന് എന്തായാലും പോകണം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് ഞാൻ മീനൊക്കെ മറിച്ചിട്ടു കേട്ടോ. ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു. ഉപ്പേരി ഇപ്പോൾ ഇതാ കുറച്ചൊരു 5 മിനിറ്റിനുള്ളിൽ ഉപ്പേരി ആവും. പിന്നെ ഞാൻ മുന്നേയൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ പിള്ളേരുടെ എല്ലാ കാര്യവും നോക്കിക്കൊണ്ടിരുന്നിരുന്നത് എൻ്റെ അമ്മയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അമ്മയും കഴിച്ചിട്ടുള്ളൂ, എനിക്കല്ലോ വേറെ എന്തും എല്ലാ മക്കൾക്കും അങ്ങനെ തന്നെയാവും. പ്രത്യേകിച്ച് എനിക്ക് ഇത്തിരി കൂടുതലാണെന്ന് കൂട്ടിക്കോളൂ. അപ്പോൾ അമ്മയാണ് കുട്ടികളുടെ മീറ്റിങ്ങിൻ്റെ കാര്യം, അതുപോലെ കലോത്സവത്തിൻ്റെ കാര്യം, പൂച്ചിട്ടിയുടെ ഡാൻസ് ആയിക്കോട്ടെ, കാര്യമായിക്കോട്ടെ, അമ്മ എല്ലാത്തിനും അമ്മ എഫേർട്ട് ഇട്ടിട്ട് അമ്മ ഇറങ്ങി തിരിച്ച് അമ്മേനെ എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ജോലിക്ക് പോവുക, വരിക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ അയച്ചിട്ട് ഞാൻ പിള്ളേരെ കാര്യമൊന്നും നോക്കില്ല എന്നല്ല കേട്ടോ. അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കണേക്കാൾ കൂടുതൽ എന്നേക്കാൾ കൂടുതൽ എൻ്റെ അമ്മയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടന്നുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ എനിക്ക് വേറെ ടെൻഷനും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യേണ്ട ഒരു ഇത് വരുമ്പോൾ അത് നല്ലതാണ്. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മളപ്പോൾ നമ്മളെ അമ്മേനെ ഒന്നും കൂടെ ബഹുമാനിക്കാൻ പഠിക്കേണ്ടത് വെച്ചാൽ വീട്ടിലത്തെ എല്ലാ കാര്യവും കഴിഞ്ഞ് അമ്മയുടെ മക്കളെ കാര്യം കഴിഞ്ഞ് പേരക്കുട്ടികളുടെ കാര്യം കൂടെ നോക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അമ്മ അത്രയും അങ്ങനെയൊക്കെ ചുരുക്കം ആൾക്കാർക്കേ പറ്റുണ്ടാവുള്ളൂ. ചില അമ്മമാർ കിടുകിടെന്ന് പറയണത്, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അമ്മ പറയണേക്കാം അമ്മ അങ്ങനെ പറയും ചീത്ത പറയുന്നൊക്കെ. പക്ഷെ എൻ്റെ അമ്മ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോഴേക്കും ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷാജേട്ടന് വേണ്ടിയിട്ട് പാത്രത്തിൽ ചോറും നമ്മുടെ മീൻ വറുത്തതും കറിയും ഉപ്പേരിയൊക്കെ കൂടെ സെറ്റാക്കിയിട്ട് ആൾക്ക് പോകാൻ വേണ്ടിയിട്ട് പോകാൻ ധൃതി കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതും കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ക്ലീനിങ് അപ്പോൾ കഴിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ആ പാടൊന്നുമില്ല. എല്ലാം കഴിഞ്ഞ് ഇനി ക്ലീനിങ് ചെയ്യേണ്ടേ എന്നുള്ള പാടൊന്നുമില്ല. ഞാൻ നീറ്റ് പാട് ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മുടെ വണ്ടിയിൽ പാത്രങ്ങൾ ഇറക്കി കഴുകുക. കാരണം അത് കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താക്കുള്ളൂ കുളിയും കാര്യങ്ങളും അടിച്ചോരി തുടക്കലൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക് വൃത്തിയാവുമല്ലോ. അങ്ങനെ ഫുഡൊക്കെ ആക്കി ഞാൻ ആൾക്ക് കൊടുക്കും. ഞാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവട്ടെ കേട്ടോ. എന്താ വെച്ചാൽ ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇനി അധികം സമയമില്ല. എനിക്ക് ഓട്ടോ കിട്ടിയിട്ടില്ല. അപ്പോൾ നടന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ റെഡി ആയിട്ടോ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുഡ് കഴിക്കണില്ല. ഷാജേട്ടൻ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണൻകുട്ടി ഇവിടെ ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് അങ്ങോട്ട് പൊക്കോളാന്ന് പറഞ്ഞു. ഇനി ഞാൻ 1:40-45 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിയാകുമ്പോഴേക്കും എത്തണം. നടക്കണം, ഇവിടുന്ന് അങ്ങോട്ട് വരെ നടക്കണം. മെയിൻ റോഡിലേക്ക് നടന്നാലേ നമുക്ക് ഓട്ടോറിക്ഷ കിട്ടുള്ളൂ. ഭാഗ്യത്തിന് ഇവിടുന്ന് ഇറങ്ങിയിട്ട് കിട്ടിയാൽ നമുക്ക് അങ്ങനെ പോവുകയും ചെയ്യാം. അപ്പം ഞാൻ ഫുഡ് കഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ടൈം വരും. പിന്നെ എന്തായാലും പോയി വന്നിട്ട് കഴിക്കാൻ വിചാരിച്ചു. കണ്ണൻകുട്ടി ഫുഡ് എന്താ പറയുക വിശക്കണില്ല, അവൻ കഴിക്കാമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അവൻ അമ്മയുടെ അടുത്തേക്ക് അങ്ങോട്ട് പോകും, ഒറ്റയ്ക്ക് ഇരിക്കില്ല. ചിലപ്പോൾ അവിടെ നിന്ന് അവൻ കഴിക്കുക, ഇല്ലെങ്കിൽ അമ്മ ഇവിടുന്ന് കഴിച്ചിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് സ്കൂളിലെത്തിയിട്ട് കാണാം കേട്ടോ. എനിക്ക് ഓട്ടോ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വീഡിയോ കൊടുക്കാൻ നിൽക്കില്ല. ഞാൻ ഷടേവൻ ഓടും. ആ സമയത്തേക്ക് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാവരും എത്തുമ്പോൾ അതൊരു മോശമല്ലേ. അപ്പം തന്നെ പെട്ടെന്ന് ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. ബൈ. വെള്ളിയാഴ്ച ആയതുകൊണ്ട് എനിക്ക് ഓട്ടോ കിട്ടുന്നുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് 10 അടി നടന്നപ്പോഴേക്കും എനിക്ക് ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമാധാനമായി. എന്താ വെച്ചാൽ വെയിൽ കൊള്ളണ്ടല്ലോ. തലേ ദിവസം ഞാനും കണ്ണനും കൂടെ വളാഞ്ചേരി പോയിട്ട് ഉള്ള പൊട്ടാപ്പൊരി വെയിൽ മൊത്തം കൊണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ വെയിൽ കൊള്ളണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ അതിൽ കയറിയിരുന്നു. അവർ വേറെ ഇങ്ങോട്ടോ പോവാൻ എന്തായാലും ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഓട്ടോയിൽ കയറിയതാണ് കേട്ടോ. ഈ വളവ് ഇങ്ങോട്ട് ഈ ഒരു വൈക്കത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന വളവ് കാണുമ്പോൾ ചിലർക്കും മനസ്സിലാവും നമ്മുടെ ഹൈസ്കൂൾ റോഡാന്നുള്ളത്. ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ അവിടെ സ്കൂളിലെത്തി. ഇതാണ് നമ്മുടെ ഗേൾസിലേക്കുള്ള എൻട്രി. ഗേൾസും ബോയ്സും സെപ്പറേറ്റ് ഉണ്ട്, പിന്നെ മിക്സഡും ഉണ്ട് കേട്ടോ. ഞങ്ങൾ പഠിക്കുമ്പോൾ ഗേൾസും ബോയ്സും മാത്രമായിരുന്നു. ഇപ്പോൾ മിക്സഡ് ആയിട്ടും ഉണ്ട് കേട്ടോ. ഇത് +1 അവിടേക്കുള്ള ഗ്രൗണ്ട്. ഇവിടെ നിന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ +1 എത്തി. ഞാൻ അവളവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ. അപ്പോഴത്തേക്കും പൂജട്ടിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിയുള്ള കാരണം അവർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിരിക്കുക. ഉച്ചവരെ അവർക്ക് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ അവളവിടെ ഇല്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ കയറിയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ വിചാരം കുറേ പേരൻസൊക്കെ ഉണ്ടായിരിക്കും വരാത്തതെന്നാൽ. ഒരു 3-4-5 പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെല്ലണ സമയത്ത് മേലെയായിരുന്നു. അപ്പോൾ എവിടെയൊന്നും ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മാഷോടൊക്കെ ചോദിച്ചിട്ട് അവിടെ ചെന്ന് അറ്റൻഡ് ചെയ്തു. പെട്ടെന്ന് ടപ്പേന്നൊരു 5-10 മിനിറ്റ് ഒന്നും ഇരുന്നില്ല. കാര്യം പറഞ്ഞു പോന്നു. മാത്സിൽ കുറച്ച് മാർക്ക് കുറവുണ്ട്, പിന്നെ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. നമുക്ക് അവരെ കാണിക്കുന്നതൊന്നും പറ്റുന്ന കാര്യമല്ലല്ലോ. മീറ്റിങ്ങും കാര്യങ്ങളും ടീച്ചേഴ്സൊന്നും നമുക്ക് അവരെ സമ്മതമൊന്നും ഇല്ലാതെ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പറയണതൊന്നും അതൊന്നും നല്ല പറ്റണ കാര്യമല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ അവിടുത്തെ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ ഞാൻ പൂജിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് ഗ്രൗണ്ടിൻ്റെ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്കും അവൾ ഫ്രണ്ടും കൂടെ നടന്നു വന്നിട്ടോ. കുറച്ച് നേരം ഇരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചു. അതെടുത്തപ്പോഴേക്കും രണ്ടാളും കൂടെ കുണുങ്ങി വന്നു കേട്ടോ. അപ്പോൾ നല്ല വെയിലാണ്. തിരിച്ചിങ്ങോട്ട് പിന്നെ നടക്കുന്നേ രക്ഷയുള്ളൂ. കുറേ കഴിഞ്ഞിട്ട് നടന്നിട്ട് നമ്മുടെ വൈക്കത്തൂർ എത്തണം ഓട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക്. അങ്ങനെ അവിടെ നിന്നോട് ചോദിച്ചു എന്താ പറഞ്ഞത്. ഇവിടെയും ഭാഗ്യമുണ്ടായി. ഓട്ടോ കാര്യത്തിൽ ഞങ്ങൾക്ക് പിന്നെ എന്തോ ഭാഗ്യമുണ്ട്. നടക്കണ്ടെന്ന് വിചാരിച്ചാൽ എനിക്ക് ഏറ്റവും മടിയുള്ളൊരു സംഭവം നടക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നടക്കുകയില്ല കേട്ടോ. എൻ്റെ ഏട്ടനും അനിയനൊക്കെ എന്നെ കളിയാക്കും ഒന്ന് നടക്കാൻ പറഞ്ഞിട്ടൊക്കെ. വീട്ടിലെ പണിയും കാര്യങ്ങളും ചെയ്യുന്നതൊന്നും നമ്മുടെ ഇതിനെ കൂട്ടില്ല. നമ്മുടെ ഒരു എക്സസൈസ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കയ്യും വീശി നടക്കണം എന്നൊക്കെ പറയും. ഞാൻ കേൾക്കൊന്നുമില്ല. എനിക്ക് ഭയങ്കര മടിയാണ് നടക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വന്നപ്പോൾ കണ്ണൻകുട്ടി നമ്മുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല കുട്ടിയായിട്ട് വാതിലൊക്കെ പൂട്ടിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത്ര പെട്ടെന്ന് വന്നോന്നാട്ടോ ചോദിച്ചത്. ഞാൻ പോയി ടപ്പയിൽ തന്നെ വരുകയും ചെയ്തുല്ലോ. വെയിൽ കൊണ്ട് ഉപ്പാടിളകി. ഇന്നലെ ഞാനും കണ്ണനും വെയിൽ കൊണ്ടു. ഈ നേരത്തെ തന്നെയാണ് വളാഞ്ചേരി പോയത്. ഇന്നും കറക്റ്റ് നട്ടുച്ച വെയിലെത്താം. കണ്ണ് മിഴിയിലില്ല തല വാങ്ങിച്ചിട്ട്. എന്തൊക്കെ പറഞ്ഞു മീറ്റിങ്ങിന് എന്താ പറഞ്ഞത്, മാർക്ക് ഇത്തിരി കുറവാട്ടോ. മാത്സിലൊക്കെ കുറവാ. സ്വതവേ മാർക്കൊന്നും വലിയ കുഴപ്പമില്ലാത്തതാണ്. അവളുടെ കാര്യം നോക്കി പഠിക്കാറുണ്ട്. ഇപ്രാവശ്യം ഈ മാസം ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ കൂടെ കുറച്ച് ചെറിയൊരു കുഴപ്പമുണ്ടായി. അപ്പോൾ അതിൻ്റെ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നെക്സ്റ്റ് 9-ാം തീയതി അല്ലേ പിന്നെ എക്സാം തുടങ്ങാനുണ്ട്. അപ്പോൾ അതിൽ പിടിക്കാം. അത്രേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ചിട്ട് ഒന്ന് നേരം 3 മണി 2:45 ആവാറായി. അപ്പം ഇനി ഫുഡ് കഴിച്ചിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇവരുണ്ടായിരുന്നില്ല കേട്ടോ. അവൾ ഫ്രണ്ട്സിൻ്റെ ഒരു തന്നെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയിട്ട് എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എത്തി. ഞാൻ അവളെയും കൂട്ടി ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇനി കണ്ണൻകുട്ടിയും കഴിച്ചിട്ടില്ല, ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല. ഇനി ഫുഡ് കഴിക്കട്ടെ. അപ്പൊ ഞാൻ കേക്കൊക്കെ കഴിച്ചു വന്നോണ്ട് എനിക്കിപ്പോ ഫുഡ് വേണ്ട. മോള് ഫുഡ് കഴിക്കാൻ വിശക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിക്കാം. കണ്ണൻകുട്ടിക്ക് വേണ്ട പറഞ്ഞു. അവൻ ചപ്പാത്തി കഴിച്ചു. ഇത്ര ഞാൻ പോയപ്പോഴും രാവിലത്തെ ചപ്പാത്തി കുറച്ചുണ്ടായിരുന്നു, 2-3 ഉണ്ടായിരുന്നു. അപ്പോൾ അവ അത് കഴിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് നല്ലോണം വിശക്കുണ്ടായി. രാവിലെ ചായ കുടിച്ചിട്ട് പോയതാട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നാളെ വേറൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.